സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എങ്ങനെ പുരോഗമിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ്? ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. രാവിലെ 9 മണി വരെ വീട്ടിൽ തോട്ടക്കട്ടകരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ചെയ്യുന്നു. അതിനുശേഷമാണ് അവിടുന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ പള്ളി ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അവിടെ പൊതുദർശനത്തിന് അരമണിക്കൂറോളം സൗകര്യമുണ്ടായിരുന്നു. അരമണിക്കൂർ പൊതുദർശനം കഴിഞ്ഞ ശേഷം പള്ളിക്കകത്തേക്ക് മൃതദേഹം കൊണ്ടുപോയി അവിടെ പ്രാർത്ഥന ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. എന്റെ പൂർണ്ണ ഔദ്യോഗികതയോടുകൂടി തന്നെയായിരുന്നു അത് നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആലങ്ങാട് പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കബറുകളെല്ലാം അവർ തന്നെയാണ് ഉള്ളത്. അത് ഈ പള്ളിയുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും അദ്ദേഹം തീരുമാനങ്ങളെടുക്കുന്നതും അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചിരുന്ന പള്ളിയും ഈ ആലങ്ങാട് പള്ളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മട്ടാഞ്ചേരിയിൽ തുടങ്ങിയ ഒരു രാഷ്ട്രീയ ജീവിതം ചിന്തനമികവും നയതന്ത്രപാഠവും എല്ലാം തന്നെ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലും നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. 4 വർഷം MLA, 2 വർഷം മന്ത്രിയുമായി അദ്ദേഹം എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മട്ടാഞ്ചേരി അതുപോലെ തന്നെ കളമശ്ശേരി തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ألهمه الجواب اللهم ألهمه الجواب اللهم آمنه من كل فزع 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 اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم اجعل في القبر عن جنبيه 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 اللهم ثبته عند السؤال 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 اللهم ألهمه الجواب 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 اللهم آمنه من كل فزع 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 اللهم اغفر له وارحمه 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 اللهم اجعل في القبر عن جنبيه 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 اللهم ثبته عند السؤال 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 اللهم ألهمه الجواب 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 اللهم آمنه من كل فزع ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് കളമശ്ശേരി ഞാലകൻ സംഘടനകളിലായിരുന്നു പൊതുദർശനത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു കളമശ്ശേരി. അതുകൊണ്ട് തന്നെ അവിടെ പൊതുദർശനത്തിന് ശേഷമാണ് രാത്രി 10 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് വീട്ടിലും മന്ത്രിമാരെ അർപ്പിക്കാനുള്ള
സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് സതീശനൊപ്പം തന്നെ മന്ത്രി ജി രാജീവ് രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോചനത്തിന് ഇന്നും ഈ കേരള രാഷ്ട്രീയവും തന്നെ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക സംഘടനകളെല്ലാം തന്നെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ അന്തിമോചനത്തിലും വീട്ടിലും ഒപ്പം തന്നെ ഈ ആലങ്ങാട് പള്ളിയിലും എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെയായിരുന്നു സംസ്കാരം.